അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിങ്ങും പിന്നെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിങ് ഉണ്ടെന്ന്. അത് ഞാനും ഫാത്തിമയും കൂടെ. ഫാത്തിമ ഇപ്പോൾ എക്സാമെല്ലാം കഴിഞ്ഞ് ഒരു +2 കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ കുറേ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്നപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും ഇഷ്ടം അങ്ങനെ പോകാൻ. അങ്ങനെ നമ്മൾ മെട്രോയിൽ മാൾ ഓഫ് ഖത്തറിലേക്ക് പോകാം കേട്ടോ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ രാവിലെ കുട്ടികളെ സ്കൂൾ വിടുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം കേട്ടോ. ഞാൻ ഉള്ളി തക്കാളി ചട്നി ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന സമയത്ത് മിക്സിയിൽ അരക്കുമ്പം ചൂട് കുറച്ച് രാവിലെ ആകുമ്പോൾ തിരക്കല്ല, അപ്പോൾ ചൂട് കുറച്ച് കൂടിപ്പോയപ്പോൾ അത് പെട്ടെന്ന് എന്താ പറയുക അതിൻ്റെ മൂടി അങ്ങ് ഇതായിപ്പോയി. അങ്ങനെ ഫുൾ തെറിച്ച് അത് പിന്നെ വൃത്തിയാക്കലും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ചിട്ട് ക്ലീനാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുട്ടികൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ മുതലേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു സംഭവം ആയതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടെല്ലാം അങ്ങ് പോയി. ഇന്ന് ഇഡ്ഡലിയും ഉള്ളി ചട്നി കേട്ടോ. ഈ ഇഡ്ഡലി ഞാൻ പച്ചരിയും അങ്ങനെ അരികളൊന്നും കൂട്ടാണ്ട് പൾസസ് മാത്രം, അതായത് പരിപ്പ്, പയർ, ഉഴുന്ന് പരിപ്പ്, പിന്നെ കടലപ്പരിപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം. പിന്നെ അരക്കുന്ന സമയത്ത് കുറച്ച് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അരക്കുന്ന സമയത്ത് കുറച്ച് ഓട്സും പച്ചമുളകും എല്ലാം ഇട്ട്, ഇഞ്ചി വേണം ഇടാം, ഞാൻ പക്ഷേ ഇപ്രാവശ്യം ഇട്ടിട്ടില്ല. അത് വൃത്തിയാക്കാനുള്ള മടിക്ക് ഞാൻ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അരച്ച് റെഡിയാക്കി ഉണ്ടാക്കിയ ഇഡ്ഡലി ആട്ടോ ഇത്. നല്ല സോഫ്റ്റും നന്നായിട്ട് പൊങ്ങി വരും. കുറച്ചും എന്താ പറയുക ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലിക്കെല്ലാം അരച്ച് വെക്കുന്ന പോലെ തലേദിവസം അരച്ച് വെച്ചാൽ മതി. നല്ല അടിപൊളി ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇന്ന് വെള്ളക്കാപ്പി ഉണ്ടാക്കിയതിന് വെല്ലവും നമ്മളെ നാടൻ കാപ്പിപ്പൊടിയെല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു കാപ്പി. ഇവിടെ നമുക്ക് മൂന്നാൾക്കും ഇഷ്ടമുള്ള സംഭവമാണ്. ഫാത്തിമ ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആകെ കുടിക്കുന്ന ഒരു, നമ്മൾ പൊതുവേ ഇവിടെ കുട്ടികളായാലും ചായ കാപ്പി അതൊന്നും കുടിക്കില്ല. അതിൽ തന്നെ ഇപ്പം ഫാത്തിമയാണ് ഈ ഒരു വെള്ളക്കാപ്പി കുടിക്കുക. പിന്നെ അധികവും വെള്ളക്കാപ്പി തണുത്ത ക്ലൈമറ്റിലെല്ലാം കുടിക്കാൻ നല്ല. കാപ്പി പൊതുവേ ചൂടാന്നല്ല പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ പക്ഷേ തണുപ്പൊന്നുമല്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. എന്നാലും ഇന്ന് ഞാൻ വിചാരിച്ച് കാപ്പി ഉണ്ടാക്കാം. ചായ പിന്നെ റൈസ്ക്കാർക്ക് മാത്രമേ വേണ്ടൂ. ഇതാകുമ്പം മൂന്നാൾക്കും അങ്ങ് കുടിക്കാമല്ലോ. അപ്പം ഇന്ന് പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇഡ്ഡലി പരിപാടി ആയതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന്. പിന്നെ പ്ലാന്റ്സിനൊക്കെ കുറച്ചൊന്ന് വെള്ളം ഒഴിക്കാനും, പിന്നെ കുറേ വെള്ളത്തിലിട്ട് വെച്ച പ്ലാന്റ്സിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക കുറേ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ഒന്ന് മാറ്റണം, ആ വേരെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യലാട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ചിക്കൻ റൈസും കൂടെ ഉണ്ടാക്കണം. ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പുറത്ത് പോയി വരുമ്പോഴത്തേക്ക് കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വരും. ഇപ്പം സ്കൂൾ കുറച്ച് നേരത്തെ വിടുന്നുണ്ടല്ലോ. നമ്മളെത്താൻ എന്തായാലും ഒരു 2:30-3 മണിയെല്ലാം ആവുമായിരിക്കും. അപ്പം ചോറും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം. അങ്ങനെ പ്ലാന്റ്സിനെല്ലാം വെള്ളം ഒഴിച്ച്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒന്ന് മാറ്റി റീഫിൽ ചെയ്യാനുണ്ട്. ഇതാണ്ടോ ഞാൻ കുറേ ആയിട്ടാണ് വെള്ളമെല്ലാം ഒന്ന്, അതായത് വെള്ളം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാമെന്നല്ലാണ്ട് മാറ്റലേ ഇല്ല. പിന്നത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചിട്ട് അത്യാവശ്യം നല്ല കച്ചറ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേരും കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിട്ട് വന്നിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് ഇനി ഈ 3 എന്താ പറയുക ജാറിലേക്കും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം ഇതിൽ ഇട്ട് വെച്ച് തന്നെ കേട്ടോ, അതിൻ്റെ വേരെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് ബൗളിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഞാൻ ഓരോന്നും കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മണി പ്ലാന്റ്സ് ആകുമ്പം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ലോങ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ അത് ഞാൻ ചിലതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ വെള്ളത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കും. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ വേരെല്ലാം വന്ന്, പക്ഷെ മണ്ണിൽ നടുന്നത്ര എന്താ പറയുക ഉഷാറുണ്ടാവില്ല. എന്നാലും അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത പ്ലാന്റ് ആണല്ലോ. പിന്നെ നമുക്കൊരു പച്ചപ്പും വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് മണി പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പ്ലാന്റ്സിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പം വേഗം പോയി ചോറുണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ ചിക്കമ്മ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ചിക്കനെല്ലാം ഇന്നലെ ക്ലീനാക്കി വെച്ചിനേനു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗമാവുമല്ലോ. അപ്പോൾ ഞാൻ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 3 കപ്പിന് ഒരു 1.25 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരും. ഇങ്ങനെ വെറുങ്ങനെയായിട്ട് ഇങ്ങനെ അരി കിട്ടും, മീൻസ് ചോറ് കിട്ടുകയും ചെയ്യും. പിന്നെ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ചില സമയത്ത് എൻ്റെ കുക്കർ എന്നെ എന്താ പറയുക ചീറ്റ് ചെയ്യലുണ്ട്. വിസിൽ വരാൻ കുറച്ച് ലേറ്റാവും, അങ്ങനെയെല്ലാം സംഭവിക്കുമല്ലോ. അപ്പോൾ അത് നമ്മളൊരു ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ വിസിൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റും. ഇല്ലെങ്കിൽ താഴെ ഭാഗം ഒരു വേവ് കൂടിയ പോലെ ഉണ്ടാവും. കുക്കറിൻ്റെ മേലെ നല്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ട് ചെയ്യലുണ്ട്. ഇന്നിപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടീന കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ കുറച്ചൊന്ന് ലേറ്റാവും വിസിൽ വരാൻ. അങ്ങനെ ചോറെല്ലാം റെഡിയായി. നമ്മൾ വേഗം തന്നെ ഇറങ്ങീന്. എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഉഷാറായിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പം ഒരു 9 മണി ഒക്കെ ആയിന് നമ്മളിപ്പം ഇതാ മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പോൾ. ഇതിപ്പോൾ അസീസിയയിലുള്ള മെട്രോ സ്റ്റേഷനിൽ അവിടെയാണ് വന്നിട്ടുള്ളത്. പോകുമ്പോൾ കാര്യമായിട്ട് അങ്ങനെ തിരക്കൊന്നുമില്ല. പിന്നെ മുഷൈരിബിൽ ഇറങ്ങി എന്നിട്ട് വേണം നമുക്ക് വേറെ മെട്രോ എടുത്തിട്ട് വേണം മാൾ ഓഫ് ഖത്തറിലേക്ക് പോകാൻ. ആ സമയത്ത് കുറച്ച് തിരക്കുണ്ടേനു, അത്രയേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയുക ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ട് മെട്രോയിൽ പോയാലും അങ്ങനെയുള്ള മാളുകളിലേക്കെല്ലാം. പിന്നെ എൻ്റെ ഒരു സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഐക്കിയ DFC ആ ഒരു ഏരിയയിലേക്ക് പോകാനാണ്. നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് മെട്രോ ഇല്ലല്ലോ. ഇൻഷാ അല്ലാ വരുമായിരിക്കുമെന്ന് വിചാരിക്കാം. നമ്മളിവിടെ എത്തുമ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് നേരത്തെ എത്തിയിന്, രാവിലെ തന്നെ എന്ന് പറയാം. മാളുകളൊക്കെ ഒന്ന് ഓണായിട്ട് വരാൻ ഒരു 10-10:30 അപ്പം ചില ഷോപ്പെല്ലാം ഇങ്ങനെ തുറന്ന് വരുന്നു, ചില ഷോപ്പെല്ലാം തുറന്നിട്ടുണ്ടേനു. അങ്ങനെയാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളും എല്ലാം കുറവേനു. നമ്മൾ കുറേ നേരം ഓരോ ഷോപ്പിലും എല്ലാം കയറി ഇങ്ങനെ നടന്ന് ഇത് തന്നെയായിരുന്നു നമ്മൾ ഉദ്ദേശം, വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെയുള്ള മാളുകളിൽ വന്നാൽ കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണ് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെ നോക്കാൻ. എനിക്ക് പ്രത്യേകിച്ചും ഈ എന്താ പറയുക ക്രോക്കറി ഐറ്റംസും അങ്ങനെയുള്ള. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഈ മുമൂസോ
അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളുണ്ടല്ലോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പ് അതെല്ലാം എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നും നമ്മൾ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൊമോസോയിൽ കയറി കുറച്ച് നേരം അവിടെ നടന്ന് കണ്ട കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ചിരുന്നു. പിന്നെ ഇവിടെ ഇതുപോലെ കുറേ ഫേഷ്യൽ മാസ്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഫേഷ്യൽ മാസ്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റീസണബിളായിട്ട് കിട്ടുക ഗോൾഡ് ആപ്പിളില്ലേ അവിടെയാണ് കേട്ടോ. നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അധികം അവിടെ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യലുണ്ട്. അത് അവിടെ ഒരു 3 റിയാൽ 4 റിയാലിനെല്ലാം കിട്ടും. ഇത് നമുക്ക് എടുക്കാം. ഫേഷ്യൽ ബ്രഷ് നല്ല ക്യൂട്ട് ഇതല്ലോ. ഇവിടെ നോക്കടാ, എനിക്ക് ഇങ്ങനത്തെ ബുക്ക് ഇഷ്ടമാണ്. എടുക്കാം, ഇതെടുക്കട്ടെ. വർക്ക് ചെയ്താൽ മതിയായിരുന്നു. വർക്ക് ചെയ്യില്ലേ? വർക്ക് ചെയ്താൽ മതിയായിരുന്നു. വാട്ടർ പെൻ വേണ്ട. അതുപോലെ ജസ്റ്റ് ഒരു ഇതെനിക്ക് പറ്റിയിരിക്കും അല്ലേ? ഇതെടുക്കട്ടെ. ബാഗാ? അങ്ങനെ കുറച്ച് ഷോപ്പിലെല്ലാം കയറി ഇറങ്ങി. പിന്നെ നമ്മളൊരു 12 മണിയെല്ലാം കഴിഞ്ഞിന് ഇതാ ഫുഡ് കോർട്ടിൽ വരാൻ. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ വീക്ക് ഡേ ആയതുകൊണ്ട് അധികം തിരക്കില്ല. പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് അധികം തിരക്കില്ല. വീക്കെൻഡിലാണ് എനിക്ക് തോന്നുന്നു ഇരിക്കാൻ വരെ സ്ഥലം കിട്ടൂല. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ആക്കിയിട്ട് നമ്മൾ ഇരിക്കുന്ന. അപ്പം ഫാത്തിമ നൂഡിൽസാണ് പറഞ്ഞത്, ഞാൻ ഫ്രൈഡ് റൈസും. അല്ലല്ലേ, നമുക്ക് ഞാൻ പോക്ക് മേടിക്കണം അവിടെ പോയിട്ട് എക്സ്ട്രാ. അവർ തരുമോ? അറിയാം. പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ ഫുള്ളായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ബാക്കി ഞാനവിടെ വെച്ച് ബാഗ് നോക്കിയപ്പം ഫാത്തിമാൻ്റെ സ്കെച്ച് ബുക്ക് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ ഓൾറെഡി ഒരു ചിത്രം വരച്ച് ഇങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ഓൾ കഴിച്ച് ചെയ്യുന്നവരെ എന്തെങ്കിലും ഒരു പണി വേണ്ട, അപ്പം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനു. ബാക്കി വന്ന ഫുഡും പാക്ക് ചെയ്തെടുത്ത് പിന്നെ 1-2 ഐറ്റംസ് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫാത്തിമ വാങ്ങിച്ചിനേനു. പിന്നെ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 2 മണിയെല്ലാം ആയിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോകാൻ. പിന്നെ കുറേ പേര് ചോദിച്ചിനേനു ഫാത്തിമ എന്താ ചെയ്യുന്നത്, +2 കഴിഞ്ഞിട്ട് എന്താ പരിപാടിയെന്ന്. അവർക്ക് പാരാമെഡിക്കൽ കോഴ്സിനോടാണ് താല്പര്യം. ഇൻഷാ അല്ലാഹ് നാട്ടിലായിരിക്കും മിക്കവാറും. പിന്നെ മാർക്കെല്ലാം അത്യാവശ്യം മാർക്കെല്ലാം ഉണ്ട് അൽഹംദുലില്ലാ. ബാക്കി അപ്ഡേഷനെല്ലാം അടുത്ത വ്ളോഗിലെല്ലാം ആയിട്ട് പറയാം കേട്ടോ. പിന്നെ നമ്മളാണെങ്കിലും ഇന്നത്തെ ഈ ഒരു എന്താ പറയുക നമ്മളെ കറങ്ങലെല്ലാം നമുക്ക്
എനിക്ക് ഉഷാറേനു മൈൻഡെല്ലാം ഒന്ന് ഫ്രഷ് ആയ പോലെ തോന്നി. എനിക്കിഷ്ടം ഇങ്ങനെ ഒരുപാട് ദൂരത്തല്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെയെല്ലാം പുറത്തെല്ലാം പോയി ഒന്ന് പോകുന്നതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യം. അപ്പം അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ.